ഷേൽ ബോസ് കേൾക്കാനാവുന്നുണ്ടോ? കേൾക്കാമോ ഷേൽ ബോസ്? എനിക്ക് കേൾക്കാം. റൈറ്റ്. ജോസഫ്, എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. കേൾക്കാം. അൽബോസ് പറയുന്നത് കേൾക്കാം. ഞാൻ എൻ്റെ ഈ ചോദ്യം താങ്കൾക്ക് കേൾക്കാനാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ജോസഫ് ഇപ്പോൾ ശ്രീ പ്രേംകുമാർ MLA പറഞ്ഞതുപോലെ നവംബറിലും ഡിസംബറിലുമായി 1600 രൂപ വെച്ച് 3200 രൂപ കൈപ്പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിലുള്ള പെൻഷനും അദ്ദേഹം തന്നെയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ 6400 രൂപ 2 മാസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പക്കലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ വിവരങ്ങൾ കിട്ടുമ്പോൾ ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നത്? അപ്പോൾ അങ്ങനെയാണോ പ്രതിപക്ഷം ഒരു വിഷയത്തെ അവതരിപ്പിക്കേണ്ടതെന്നൊരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ചെന്നൊരു ഏടാകൂടത്തിൽ ചാടേണ്ടതാണോ പ്രതിപക്ഷം? ഈ ചക്കിട്ടുപാറയിലെ ജോസഫിൻ്റെ വിഷയത്തിൽ കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. നിയമസഭയ്ക്കകത്ത് ധനകാര്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ MLAയും അവതാരകനായ താങ്കളും അഭിപ്രായം പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ വിമർശിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് എന്നാണല്ലോ അങ്ങ് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത്. അങ്ങ് അറിഞ്ഞോ ആവോ, ഇന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരുന്നു? അറിഞ്ഞോ? ഇല്ലെങ്കിൽ ഒന്ന് പരിശോധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഫയൽ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് സംപ്രേഷണം ചെയ്യണം. മന്ത്രി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ആ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരിലെ ഒന്നാമനായിട്ടുള്ള കളക്ടർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ ജോസഫിന് പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നവംബറിൽ ജില്ലാ കളക്ടറാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വിഷമിക്കാതെ. ഇന്ന് മാധ്യമങ്ങളെ കണ്ട കാര്യമാണ് പറയുന്നത്. ഇന്ന് ഈ നിയമസഭയിൽ മന്ത്രി സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു കത്ത് നൽകിയിരുന്നു എന്ന് മന്ത്രിയും സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നവംബറിൽ അല്ലല്ല, നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും രണ്ടും രണ്ടാണ്. അല്ല, കളക്ടർ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ ഒരു വളരെ കൃത്യമായി ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അൽബോസെ, ജില്ലാ കളക്ടർ ഇങ്ങനെ പറഞ്ഞു, പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. ശരി, ആ പരാതി നവംബറിൽ ആണ് അറിയിച്ചത് എന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. തുടർന്നോളൂ. അല്ല, നമ്മൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇന്ന് സഭയിൽ പറഞ്ഞ മന്ത്രിയുടെ വാക്കാണോ ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു ജില്ലയുടെ അധിപനായി ജോലി ചെയ്യുന്ന കളക്ടർ പറയുന്നതാണോ ശരി? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 18 മാസം കുടിശ്ശികയിട്ടു. ഒരു MLA ആണ് പറയുന്നത്. എത്രയോ കാലമായി ഈ നരേറ്റീവ് സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് CPM. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലവട്ടം ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശരത്തുമായി നേരിട്ട് നടന്നിട്ടുള്ള ചർച്ചയിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നേർക്കുനേർ പരിപാടിയിലും പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? 26/4/2017 മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് തോമസ് ഐസക് ഒന്നാം ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതായി എനിക്കറിയില്ല. ചോദ്യം ചോദിച്ചിരിക്കുന്നത് M. സ്വരാജ് എന്ന് പറയുന്ന അന്നത്തെ MLA ആണ്. അദ്ദേഹവും കോൺഗ്രസ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ ചോദിച്ചിട്ടുള്ള ചോദ്യം നമ്പർ 371 നിയമസഭാ രേഖയാണ്, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് തരം തിരിച്ച് വ്യക്തമാക്കാമോ? ചോദ്യം സ്വരാജിൻ്റെതാണ്, മറുപടി തോമസ് ഐസക്കിൻ്റെതാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെ എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശിക ഉണ്ടായിരുന്നു. എത്ര മാസം? 3 മാസം. കർഷക പെൻഷൻ 2014 ഡിസംബർ മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ട്, അതായത് 1 മാസത്തെ കുടിശ്ശിക. 2015 ഫെബ്രുവരിയിൽ മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം, അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, DBT സംവിധാനത്തിൽ വിതരണം ചെയ്ത് വരികയായിരുന്നു. DBT സംവിധാനം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാക്രമം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ കാരണവും കൃത്യമായി ലഭിക്കാതെ വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് അനിൽ ബോസ് അല്ല,
VD സതീശനല്ല, K സുധാകരനല്ല, KC വേണുഗോപാലല്ല, രമേശ് ചെന്നിത്തലയല്ല, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനല്ല. നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ മറുപടിയാണ്. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ചോദ്യം ഇതാണ് നമ്മൾ എപ്പോഴും മറുപടിയായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രീ PC വിശ്വനാഥ് നിയമസഭയിൽ സംസാരിക്കുമ്പോഴും ഇത് ചൂണ്ടിക്കാണിച്ചു. ഈ സർക്കാർ, അതാണ് രണ്ടാമത്തെ ചോദ്യം നമ്പർ B, അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ സർക്കാർ എത്ര മാസത്തെ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് അറിയിക്കാമോ? ഇതിലേക്കായി എത്ര തുക ചെലവഴിച്ചിട്ടെന്ന് അറിയിക്കാമോ? ഇത് ചോദ്യം എൻ്റെതല്ല. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെ 10 മാസത്തെ കുടിശ്ശികയും പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ആരുടെ കാലത്ത്? ആരുടെ കാലത്തെയാണ് പറ നിങ്ങൾ. അപ്പം നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വരുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, അത് DBT സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിഴവുകൾ കൊണ്ടാണെങ്കിൽ, ഗുണഭോക്താക്കളുടെ രേഖകളില്ലാത്ത തോമസ് ഐസക് പറയുന്നു അതിനുശേഷം ഈ കുടിശ്ശിക അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ 3 മാസത്തെ കുടിശ്ശിക മാത്രമേ ഉള്ളൂവെങ്കിൽ അനിൽ ബോസ് എത്ര കോടി കുടിശ്ശിക വരാനിടയുണ്ടോ? ഒന്ന്. അപ്പോൾ ഈ ജോസഫിന്റെ കേസ് നിങ്ങൾ വിട്ടു. ജോസഫ് 6400 രൂപ 2 മാസം വാങ്ങിച്ചു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമുണ്ട്. ആ കേസ് താങ്കൾ വിട്ടു അല്ലേ? ആ കേസ് വിട്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. ആ കേസ് വിട്ടിട്ടില്ല. ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA വന്നിരുന്ന പട്ടാപ്പകൽ രേഖകൾ കൃത്യമായി നമ്മുടെ പക്കലുള്ള നിയമസഭാ രേഖകൾ ഇരിക്കെ കള്ളം പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് രേഖകൾ. എന്നാൽ എന്റെ ചോദ്യം അനിൽ ബോസ്, സഭയിൽ മന്ത്രി ജോസഫ് മന്ത്രി പറഞ്ഞു ജോസഫ് നവംബറിലും ഡിസംബറിലുമായി 2 മാസത്തെ പെൻഷൻ വാങ്ങി, മകളുടെ പെൻഷനും അദ്ദേഹത്തിന്റെ പക്കലിലേക്ക് എത്തി. അതിനെ നിരാകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്നേ. അപ്പോൾ ജോസഫിനെ ഉദാഹരിച്ചുകൊണ്ട് 5 മാസത്തെ പെൻഷൻ കേരളത്തിൽ കുടിശ്ശികയുണ്ട്. അല്ല, അത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് നിരാകരിക്കുന്നു. ഞാൻ അതിനെ നിരാകരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അസ്വസ്ഥനാകണ്ട. ഞാൻ അതിനെ നിരാകരിക്കുന്നു. ചർച്ചയുടെ ഭാഗം മാത്രമേ ആകൂ. സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലല്ലോ. സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് മന്ത്രി പറയുന്നത് കളവാണ്, മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തോ? ഇല്ലല്ലോ. മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങിയിട്ടില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞോ? ഇല്ലല്ലോ. അല്ല, നിങ്ങൾ ഒരു കാര്യം, നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ എഴുതി കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം രാവിലെ അല്ലല്ലോ, ദിവസങ്ങൾക്ക് മുമ്പെയാണ്. അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ കിട്ടുന്ന ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാനത്തെ ഒരു മന്ത്രി നിയമസഭയിൽ രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്നല്ലേ പ്രതിപക്ഷത്തിന്, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നാലും ആ സമയത്ത് ഒരു സെക്കൻഡ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. മര്യാദ കാണിക്കുക. ആ നിയമസഭയിൽ മന്ത്രി പറയുന്നത് ശരിയായിരിക്കാം. അല്ലല്ല, ഞാൻ പറയട്ടെ ശരത്തെ, ശരത്ത് ഒന്ന് അസ്വസ്ഥനാകാതെ. നിങ്ങൾ അസ്വസ്ഥനാവുന്നതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ഫിറ്റിംഗ്സ് വരുന്നത്. അനിൽ ബോസ്, നമുക്ക് കാര്യം സംസാരിച്ചാൽ പോരെ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥൻ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നമ്മൾ വിഷയമാണ് സംസാരിക്കുന്നത്, ആ വിഷയത്തിൽ സംസാരിച്ചാൽ മതി. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിഷയമല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ 2 മാസം ഞാൻ പെൻഷൻ കൊടുത്തു എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ ധനകാര്യമന്ത്രി പറഞ്ഞ കള്ളമാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് എന്ത് കാര്യം? ധനകാര്യമന്ത്രി പറയുന്നത് അല്ല, ഞാൻ എന്റെ പൊന്നു സഹോദര, ഞാൻ പറയുന്നു കേക്ക് സഹോദര. നിയമസഭയിൽ ഇന്ന് രാവിലെ അല്ലല്ലോ ഈ ചോദ്യം നിയമസഭാംഗമായിട്ടുള്ള ആള്. ഞാൻ പറയട്ടെ, എഴുതി കൊടുത്തത് ഇന്ന് രാവിലെ അല്ലല്ലോ. അതുകൊണ്ട് മന്ത്രിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് എഴുതി കൊടുത്തതിന് മറുപടിയായി മന്ത്രിസഭയിൽ പറയുമ്പോൾ ഒരു പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിക്കുക, അല്ലാതെ ആ സമയത്ത് തർക്കിക്കാൻ ഡോക്യുമെന്ററിന്റെ കസ്റ്റോഡിയൻ പ്രതിപക്ഷത്തെ MLA അല്ല, പ്രതിപക്ഷ നേതാവല്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെടുക. നിങ്ങൾ ചക്കിട്ടപ്പാറയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. നിങ്ങളുടെ ബോധ്യം ശരിയാണ് എങ്കിൽ അതേ നിമിഷം നിരാകരിക്കാം. അത് നിരാകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ നിരാകരിക്കാതിരുന്നത്. ഇപ്പം ചർച്ചയുടെ സൗകര്യത്തിന് അനിൽ ബോസ് നിരാകരിക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ കണക്കുകൾ വെച്ച് ധനകാര്യമന്ത്രി കൊടുത്ത കാര്യം പറയുമ്പോൾ അവർക്ക് നിരാകരിക്കാൻ കഴിയില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിന് എന്തേ കഴിയാതെ പോകുന്നു? അല്ല, ശരത്തിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് 1 മിനിറ്റ് തന്നാൽ മതി, ഞാൻ പറയാം. താങ്കൾ
എഴുതാപ്പുറം നിങ്ങൾ വായിക്കേണ്ട വേദന ഞാൻ കാര്യമൊന്നുമില്ല. പറയാം. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ എഴുതാപ്പുറമല്ല. ഒരു മര്യാദ കാണിക്കുക, സാമാന്യ മര്യാദ കാണിക്കുക. ഞാൻ പറഞ്ഞത് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കുകയേ തരമുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം കോഴിക്കോട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. പെൻഷൻ കിട്ടാത്തത് കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് കേട്ട ആ വീഡിയോ കൈവശമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഈ ചർച്ചയിൽ ഞാൻ അതിനെ നിരാകരിക്കുന്നത്. മന്ത്രിയുടെ വാദം തെറ്റാണ് എന്ന് പറയുന്നത് കളക്ടറുടെ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ്, അല്ലാതെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തല്ല. നവംബറിലും അദ്ദേഹം മരിക്കുന്നത് ജനുവരിയിലാണല്ലോ. വളരെ ഇനി clear കളക്ടറല്ല ആര് cut പറഞ്ഞാലും